ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നീയാണ് യൗസേപ്പിൻ്റെ മൂന്നാമത്തെ നിക്ഷേപം. മറ്റൊരു വിശുദ്ധരെയും നമ്മൾ ഇത്രയധികം അവരുടെ സുഹൃതങ്ങളെ ഏറ്റുപറയാറില്ല. വിവാഹത്താലെ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്നവർ അവരുടെ ഹൃദയത്തിൻ്റെ ഐക്യത്തിൽ ഒരാൾക്കുള്ളതൊക്കെ മറ്റേയാൾക്കും പങ്കുവയ്ക്കുന്നു. ചിലരുടെ ഹൃദയത്തിൽ മുഴുവൻ പണമാണ്, കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുഴുവൻ പണത്തിലേക്കാണ്. ചിലർക്ക് പദവികളാണ് ഹൃദയത്തിൽ നിറയെ, കാരണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ പദവികളിലേക്കാണ്. ആ ഹൃദയം ഒരപ്പൻ്റെ ഹൃദയമാണ്. ആ ഹൃദയം ഒരു രാജാവിൻ്റെ ഹൃദയമാണ്. ആ ഹൃദയം ദൈവത്തിൻ്റെ പോരാളിയുടെ ഹൃദയമാണ്. ഈ അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സുരക്ഷിതരായിരിക്കണമെങ്കിൽ യൗസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തോടുള്ള ഭക്തി, യൗസേപ്പ് എന്ന നീതിമാനോടുള്ള ഭക്തി നമുക്ക് വളർത്താം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യൗസേപ്പ് പിതാവിന് നമ്മൾ നടത്തുന്ന പ്രതിഷ്ഠയുടെ 17ാമത്തെ ദിവസം. പകുതി വഴി ഏറെ നമ്മൾ പിന്നിടുകയാണ്. 33 ദിവസത്തെ യാത്രയുടെ പകുതി വഴി കഴിയുന്നു. ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ചിന്തകളെ പ്രാർത്ഥനയാക്കി യൗസേപ്പ് പിതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം തേടി പ്രതിഷ്ഠാജപം ചൊല്ലി ലുത്തീനിയ പ്രാർത്ഥിച്ച് ഒക്കെ ഈ ദിവസങ്ങളിൽ നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സെയിൻറ്റ് ജോസഫ് ദ മോസ്റ്റ് ചേസ്റ്റ്, ഏറ്റവും നിർമ്മലനായ യൗസേപ്പ് പിതാവ്, ഹൃദയവിശുദ്ധിയുള്ള നിർമ്മലതയുള്ള യൗസേപ്പിനെയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. നമ്മൾ പരിശുദ്ധി അമ്മയുടെ ലുത്തീനിയ ചെല്ലുമ്പോൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒന്നാണ് മദർ മോസ്റ്റ് ചേസ്റ്റ്, ഏറ്റവും നിർമ്മലയായ പരിശുദ്ധി അമ്മ, വിമല ഹൃദയമുള്ള പരിശുദ്ധ അമ്മ. അതുപോലെ തന്നെയാണ് സെയിൻറ്റ് ജോസഫിൻ്റെ ലിറ്റനിയിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് മോസ്റ്റ് ചേസ്റ്റ്, ഏറ്റവും നിർമ്മലനായ യൗസേപ്പ് പിതാവ്. മറ്റൊരു വിശുദ്ധരെയും നമ്മൾ ഇത്രയധികം അവരുടെ സുഹൃതങ്ങളെ ഏറ്റുപറയാറില്ല. മോസ്റ്റ് ചേസ്റ്റ് യൗസേപ്പ് പിതാവിനെ വിളിക്കുന്നു, ഏറ്റവും നിർമ്മലനായവനെ, ജസ്റ്റ് നീതിമാനായ യൗസേപ്പെ, പ്രൂഡൻറ്റ് ഏറ്റവും വിവേകമുള്ള താതാ, കറേജിയസ് ഏറ്റവും ധീരനായ പിതാവേ, ഒബീഡിയൻറ്റ് ഏറ്റവും അനുസരണയുള്ള പിതാവേ, ഫെയ്ത്ത്ഫുൾ ഏറ്റവും വിശ്വസ്തനായ കർത്താവിൻ്റെ ദാസനെ. അതായത് യൗസേപ്പിനെ വിളിച്ചാലും തീരില്ല, വർണ്ണിച്ചാലും തീരില്ല. ഈ വിശേഷണങ്ങളൊക്കെ മറിയവും യൗസേപ്പും പങ്കുവെക്കുന്നുണ്ട്. ബോത്ത് ഓഫ് ദം, മേരി ആൻഡ് ജോസഫ് ഷെയർ ദീസ് ആട്രിബ്യൂട്ട്സ്. എന്താ കാര്യം? വിവാഹത്താലെ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്നവർ അവരുടെ ഹൃദയത്തിൻ്റെ ഐക്യത്തിൽ ഒരാൾക്കുള്ളതൊക്കെ മറ്റേയാൾക്കും പങ്കുവയ്ക്കുന്നു. ഒരാൾക്കുള്ളതിൻ്റെയൊക്കെ അവകാശം മറ്റേയാൾക്കും ഉണ്ട്. അപ്പോൾ പരിശുദ്ധി അമ്മയുടെ ഹൃദയത്തെ നമ്മൾ വിമല ഹൃദയമെന്ന് വിളിക്കുമ്പോൾ നിശ്ചയമായും യൗസേപ്പിൻ്റെ ഹൃദയവും നിർമ്മല ഹൃദയമായി മാറുന്നു എന്ന് തിരിച്ചറിയുക. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. അതായത് നമ്മൾ എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മുടെ ഹൃദയം. ചിലരുടെ ഹൃദയത്തിൽ മുഴുവൻ പണമാണ്, കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുഴുവൻ പണത്തിലേക്കാണ്. ചിലർക്ക് പദവികളാണ് ഹൃദയത്തിൽ നിറയെ, കാരണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ പദവികളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ യൗസേപ്പിൻ്റെ ഹൃദയത്തിൽ ആരായിരിക്കുമെന്ന് പറയാമോ? എന്തായിരിക്കും? എവിടെയാണോ യൗസേപ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, നിക്ഷേപിച്ചിരിക്കുന്നത്, യൗസേപ്പിൻ്റെ പ്രയോറിറ്റി, അതാണ് യൗസേപ്പിൻ്റെ ഹൃദയത്തിലുമുള്ളത്. യൗസേപ്പിൻ്റെ നിക്ഷേപം 3 പേരാണ്. യൗസേപ്പിൻ്റെ നിക്ഷേപം 3 പേരാണ്. ആരൊക്കെയാണത്? 1, നിശ്ചയമായും ഈശോ മിശിഹ. യൗസേപ്പ് പിതാവിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഈശോ മിശിഹ. 2, മറിയം. 3-ാമത്തത് നീയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നീയാണ് യൗസേപ്പിൻ്റെ 3-ാമത്തെ നിക്ഷേപം. അപ്പോൾ യൗസേപ്പിൻ്റെ ഹൃദയത്തിൽ ആരൊക്കെ ഉണ്ടെന്ന്? നിക്ഷേപവും ഹൃദയവും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ ആരുണ്ട്? ഇവരൊക്കെ തന്നെ. യൗസേപ്പിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് ഈശോയെ, മറിയത്തെ, പിന്നെ നമ്മളെ തന്നെ കാണും. അതുകൊണ്ട് യൗസേപ്പിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുക. ഫൈൻഡ് ഹോം ഇൻ സെയിൻറ്റ് ജോസഫ്സ് ഹാർട്ട്. യൗസേപ്പ് പിതാവിൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തണം. കാരണം അവിടെ ആരുണ്ട്? അവിടെ ഈശോയുണ്ട്. അവിടെ
അമ്മ മറിയമുണ്ട്. ആ കൂട്ടായ്മയിലാകാം യൗസേപ്പിൻ്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുമ്പോൾ. കത്തോലിക്ക സഭയ്ക്ക് നമുക്കറിയാം ഈ ഹൃദയത്തോട്, ഈശോയുടെ തിരുഹൃദയത്തോട്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് വണക്കവും ഭക്തിയും ഉണ്ട്. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെ ഒട്ടുമിക്ക കുടുംബങ്ങളും പ്രതിഷ്ഠിതമായിരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിനാണ്. വിമല ഹൃദയത്തോട്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് നമുക്കേറെ ഭക്തിയുണ്ട്. നിങ്ങൾക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശാലോം TV-യിൽ വിമല ഹൃദയ പ്രതിഷ്ഠ നമ്മൾ ഒരുമിച്ച് 33 ദിവസം നടത്തിയതാണ്, വിമല നക്ഷത്രം എന്ന പേരിൽ. അപ്പോൾ ഈശോയുടെയും മറിയത്തിൻ്റെയും ഹൃദയത്തോടുള്ള ഈ ഭക്തി, അത് കേവലം ഈ അനാറ്റമിക്കലി ശരീരത്തിൻ്റെ ഒരു ഭാഗത്തോടുള്ള ഭക്തിയായിട്ട് അതിനെ മനസ്സിലാക്കരുത്. പിന്നെന്താ അത് പേഴ്സണാണ്. അതായത് ഹൃദയം സൂചിപ്പിക്കുന്നത് ആ പേഴ്സൺഹുഡ് തന്നെയാണ്. ഈശോയോടുള്ള ആരാധനയാണ് തിരുഹൃദയ ഭക്തിയായി നമ്മൾ ഏറ്റുപറയുന്നത്. പരിശുദ്ധി അമ്മയോടുള്ള ഉപരി വണക്കമാണ് നമ്മൾ വിമല ഹൃദയ ഭക്തിയായി ഏറ്റുപറയുന്നത്. അതിനൊക്കെ ഫീസ്റ്റും ഉണ്ട്. നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുനാളുണ്ട്, വിമല ഹൃദയത്തിൻ്റെ തിരുനാളുണ്ട്. പക്ഷെ സെയിൻറ്റ് ജോസഫിൻ്റെ ഈ ഹൃദയം, സെയിൻറ്റ് ജോസഫിൻ്റെ ഈ നിർമ്മല ഹൃദയം, ആ നിർമ്മല ഹൃദയത്തെക്കുറിച്ച് അങ്ങനെ വലിയൊരു ഡിവോഷൻ വളർന്നു വന്നിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലൊരു പോപ്പുലറായിട്ട് കത്തോലിക്ക സഭ ഏറ്റെടുത്തൊരു ഡിവോഷനായിട്ട് നമുക്കധികം കാണാൻ പറ്റില്ല. ഒരു ഫീസ്റ്റും ഇല്ല. ഭാവിയിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു തിരുനാൾ ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ യൗസേപ്പിൻ്റെ ഹൃദയത്തിനോടുള്ള, എന്ന് വെച്ചാൽ യൗസേപ്പ് എന്ന വ്യക്തിയോടുള്ള ഭക്തിയും ബന്ധവും നമുക്കുണ്ടാകണം. കാരണം ആ ഹൃദയം ഒരപ്പൻ്റെ ഹൃദയമാണ്. ആ ഹൃദയം ഒരു രാജാവിൻ്റെ ഹൃദയമാണ്. ആ ഹൃദയം ദൈവത്തിൻ്റെ പോരാളിയുടെ ഹൃദയമാണ്. ആ ഹൃദയം ഒരു നിർമ്മല ഹൃദയമാണ്. അപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ ഹൃദയത്തെ ധ്യാനിക്കാൻ നമുക്ക് പറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ലോകമോഹങ്ങൾ ഏറെ കുടിയിരിക്കുന്ന ഈ കാലത്ത്, ശരീരത്തിൻ്റെ താല്പര്യങ്ങൾ, ജഡിക മോഹങ്ങൾ ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ വല്ലാണ്ട് ഇടം പിടിക്കുമ്പോൾ, അതുതന്നെയാണ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധി അമ്മ പറഞ്ഞു കൊടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പാപം കുടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയവിശുദ്ധി നമ്മൾ പാലിക്കാൻ, ഹൃദയം നിർമ്മലമായി മാറാൻ യൗസേപ്പ് പിതാവിനോട് നമുക്ക് ഈ ദിവസം അധിക സഹായം ചോദിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി ടെംപ്റ്റേഷൻസ് മൂലം മലയുന്നവർ, പ്രലോഭനങ്ങളാണ് ഒത്തിരി, എല്ലാത്തിനും പ്രലോഭനങ്ങൾ നമ്മളെ വേട്ടയാടുന്ന അനുഭവം ഉണ്ടാകുന്നു. യൗസേപ്പ് പിതാവിനോട് മാധ്യസ്ഥ്യം തേടാം. ഈ പ്രലോഭനങ്ങൾ ഒത്തിരി ഉണ്ടാവുകയും നമ്മുടെ ഹൃദയത്തിൽ ലോകമോഹങ്ങൾ കുടിയിരിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന അപകടം എന്നറിയാമോ? നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. പ്രാർത്ഥന നമ്മളിൽ നിന്ന് ഉയരില്ല. അതിന് കഴിയാത്ത വിധം നമ്മുടെ ഹൃദയത്തിൻ്റെ ഫോക്കസ് നഷ്ടപ്പെട്ടു പോകും. പ്രാർത്ഥന ഉയരാത്തത് കൊണ്ട് തന്നെ കർത്താവുമായുള്ള ബന്ധത്തിലായിരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഈ അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സുരക്ഷിതരായിരിക്കണമെങ്കിൽ യൗസേപ്പ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തോടുള്ള ഭക്തി, യൗസേപ്പ് എന്ന നീതിമാനോടുള്ള ഭക്തി നമുക്ക് വളർത്താം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, റവല്യൂഷൻ ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ വിപ്ലവം യൗസേപ്പ് പിതാവിൻ്റെ കരം പിടിച്ച് ഇന്ന് ലോകത്തിൽ നടക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ലുത്തീനിയ ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രതിഷ്ഠാജപം ഒരുമിച്ച് ചൊല്ലി തിരുമുമ്പാകെ കാഴ്ചവെക്കുകയും ചെയ്യാം. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥന. ഓ ഏറ്റവും വന്ധ്യനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ ബഹുമാനത്തിനായി ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ പിതാവും സംരക്ഷകനും രക്ഷയുടെ പാതയിൽ എൻ്റെ വഴികാട്ടിയും ആയിരിക്കുന്നതിനായി ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹൃദയത്തിൻ്റെ വലിയ നിർമ്മലതയും ആന്തരിക ജീവിതത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹവും എനിക്കായി വാങ്ങിത്തരണമേ. അങ്ങയുടെ മാതൃക പിന്തുടർന്ന് മിശിഹായുടെ തിരുഹൃദയത്തോടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടും ചേർന്ന് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിനായി എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവേ, അങ്ങയുടെ പുണ്യ മരണത്തിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലും പങ്കുചേരുവാൻ എനിക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.